എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടിൽ അരിയൊക്കെ തീർന്നു. എന്നാൽ ഈ ലുലുവിൽ പോയിട്ട് കുറച്ച് അരി സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഈ ചുമന്ന അരിയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പോകുമ്പോൾ അതിൽക്കുട്ടന് ഈ ട്രോളിക്കാർ കിട്ടും കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ അങ്ങനെ അങ്ങ് കിട്ടാറില്ല. ഇന്ന് പോയപ്പോഴും അവന് കിട്ടി. അപ്പോൾ അതിൽക്കുട്ടൻ അതിലിരുന്ന് ഇങ്ങനെ ഫോണൊക്കെ അടിച്ച് അവൻ്റെ അപ്പൂസ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നെയാണ് ഈ കാണുന്നത് ഉണക്കമീൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഈ പല തരത്തിലുള്ള ഉണക്കമീനുകളുണ്ട്. ഇത് കണ്ടോ, ഇത് ഏതോ ഒരു വലിയ മീൻ അതിൻ്റെ പുറത്ത് തന്നെ പടമുണ്ട് കേട്ടോ. അപ്പുറത്തെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാർക്ക് ഉണക്കിയതാണ്. പിന്നെ നെത്തോലിയുണ്ട്, ചെമ്മീനുണ്ട്, ഒരുപാട് തരത്തിലുള്ള ഉണക്കമീനുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മീനെല്ലാം ഉണ്ടല്ലോ, ഇങ്ങനെ മസാലയൊക്കെ ചേർത്ത് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ പല വെറൈറ്റി മീനുകൾ ഇങ്ങനെ അടുക്കി പല തരത്തിലുള്ള മീനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് മീനുകളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇതെനിക്ക് തോന്നുന്നു വെള്ളയാവൂലി, അതേപോലെ അപ്പുറത്ത് നമ്മുടെ കക്ക ഇറച്ചി, അങ്ങനെ പിന്നെ അതേപോലെ തന്നെ അതിന് അപ്പുറത്തോട്ട് ജീവനുള്ള മീനെ അന്നേരം തന്നെ അവർ ശരിയാക്കി തരും. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ പൊരിപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത്. ഇത് മോദകം, അതേപോലെ തന്നെ നമ്മുടെ ഏത്തക്കപ്പം, അത് രണ്ടും മേടിച്ചു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകളാണ് ഈ കാണുന്നത്. ഇതെല്ലാം അച്ചാറുകളാണ് കേട്ടോ. മീനച്ചാറുണ്ടല്ലോ, അത് ചൂര അച്ചാറ്, കൊഞ്ചച്ചാറ്, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി അച്ചാറുകളാണ് ആ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ബീഫിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഫ്രൈ ഉണ്ട്, ബീഫ് ഉലത്തിയതുണ്ട്, 2 തരം ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഇന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആവശ്യമുള്ളത് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിൽ കയറി അവിടെ ഇരുന്ന് തന്നെ കഴിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് നേരെ ബോളിവേഡിലേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ നേരെ ഒരുപാടായതുകൊണ്ട് അങ്ങോട്ടത്തേക്ക് പോയില്ല കേട്ടോ. അപ്പം അതിൽക്കുട്ടന് ഷവർമ കൊടുത്തു. ഞാൻ അതേപോലെ മോദകമൊക്കെ മേടിച്ച് കഴിച്ചു. സൺടോപ്പിൻ്റെ ഒരു ജ്യൂസൊക്കെ മേടിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവിടെ ഈ കേക്കിൻ്റെ കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കും അവർ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിൽക്കുട്ടനും അപ്പൂസും ഒരു പീസ് എടുത്തതാണ് കണ്ടത്. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.